ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു പുതിയൊരു ഗെയിം കളിക്കാൻ പോകണം. സ്കെയർ ടീച്ചർ 3D ആണ് ഈ ഗെയിമിൻ്റെ പേര്. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റ് ടീച്ചറിന് 8ന്റെ പണി എടുക്കണ ഈ ഗെയിമാണ് ഗൈസ്. സൂപ്പർ ഗെയിമാണ്. ഞാൻ കളിച്ചാണ്. എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ മോർ വീഡിയോസ്. അപ്പോൾ ഷോ യുവർ സപ്പോർട്ട്. അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് പോയാലോ. ഫൈൻഡ് ദ മൗസ് ട്രാപ്പ് ആൻഡ് പ്ലേസ് ഇറ്റ്. അപ്പോൾ ഗൈസ് ഇവർ പറയുന്ന മറ്റേ എലിപ്പെട്ടി ഇല്ലേ സംഭവം, അത് ടീച്ചറിൻ്റെ ടേബിളിലോട്ട് വെക്കാനാണ് പ്രാങ്ക് ചെയ്യാനാട്ടോ ഗൈസ് പറയണം. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. ടീച്ചർ നടന്നു പോകാൻ മട്ടന്ന് സ്വന്തം പേപ്പർ ഫോട്ടോ വന്നെന്ന്. എൻ്റെ സ്വന്തം പേപ്പർ ഫോട്ടോ വന്നിരിക്കും ഷുവർ. ഇങ്ങനെ പണി കിട്ടി 8ന്റെ പണി കിട്ടി 16 അടിയത്തിന് ചടങ്ങ നീ ടീച്ചറിന് എന്താന്ന് പറഞ്ഞോളൂ ഗൈസ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ടേബിളിലോട്ട് വെച്ചു. ഇനി ന്യൂസ് പേപ്പർ വെച്ച് മറക്കാനാട്ടോ പറയണ ഇവര്. നമുക്ക് മറക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ സക്സസ്ഫുള്ളി മറിച്ചിട്ടുണ്ട്. ഇനി റൺ ഔട്ട് എന്നാട്ടോ ഗൈസ് പറയണം. നമുക്ക് ഓടിപ്പോകും ഗൈസ്. ഓക്കെ, ടീച്ചർ വരുന്നുണ്ടല്ലോ. എന്നാ നടത്താൻ എന്റെ പൊന്നു ടീച്ചറെ, നടുവിന് സുഖമില്ലേ അമ്മോ? ഇതെന്ത് സംഭവം? ഫുള്ള് ഗ്ലിച്ചാണല്ലോ ഗൈസ്. ടീച്ചർ ന്യൂസ് പേപ്പർ തൊട്ടില്ല, എലിപ്പെട്ടി സാമാനം കയ്യിൽ ഒറ്റ കയറി. ഇതെന്താ? എന്തായാലും കൊള്ളാട്ടോ ഗൈസ്, ഗെയിം കൊള്ളാം എന്തായാലും. ഓക്കെ, ഇനി അടുത്ത പണിയാണ് ആഡ് സോൾട്ട്. അപ്പോൾ ഗൈസ് ഇവര് പറയണ ബ്രേക്ക്ഫാസ്റ്റിൽ ഇച്ചിരി 1 കിലോ ഉപ്പിടാനോട്ടോ ഗൈസ് പറയണേ. 1 കിലോ ഒന്നുമില്ല, എന്നാലും ഇവന് പാത്രം എങ്ങനെ പിടിച്ചോണ്ട് നടക്കണേ തീ. എന്റെ പൊന്നോ, ഇങ്ങനെ പാത്രം പിടിച്ച് വീഴത്തൊന്നുമില്ല എന്റെ പൊന്നോ. ഓക്കെ ഗൈസ്, നമുക്ക് ഉപ്പ് ആദ്യം കണ്ടുപിടിക്കണം ഗൈസ്. നമുക്ക് ഓടിപ്പോവും. ടീച്ചർ നടക്കണമല്ല ഇവിടെ മിനി സ്ക്രീനിൽ കാണുന്നുണ്ട്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ടീച്ചർ ഇപ്പോൾ കിച്ചണിലോട്ടാട്ടോ. കിച്ചണിൽ എവിടെയാ പോണേ ഗൈസ്? നമുക്ക് ഒളിച്ചിരിക്കാട്ടോ, ടീച്ചറിനെന്താ പണിയാവും. അപ്പോൾ ഗൈസ് നമ്മൾ സക്സസ്ഫുള്ളി വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അതായാലും ഉപ്പ്. എൻ്റെ പൊന്ന്, ഇത്രയും വലിയ പാത്രത്തിൽ ഒറ്റയടിക്കാണ് ടീച്ചർ കയറ്റാൻ പോണേ എൻ്റെ പൊന്ന്. ഓക്കെ ഗൈസ്, നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് വേഗം ഓടാം ഗൈസ്. ടീച്ചർ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. എങ്ങനെയുണ്ട് ടീച്ചർ? ടീച്ചർ ഇതെന്താണ്? ടീച്ചറിന് ഛർദിയാ. അതിനെപ്പള്ളി വാട്ടർഫാൾസിനെക്കാട്ടും വലുതാട്ടോ എൻ്റെ പൊന്നെ. ഇനി അടുത്ത് TV തല്ലി പൊട്ടിക്കാനാട്ടോ ഗൈസ് പറയണ. ഹൊറർ ഷോ ഉണ്ട്, അത് തല്ലി പൊട്ടിക്കാട്ടോ ഗൈസ്. എൻ്റെ പൊന്നെ, ടീച്ചർ എല്ലാ സാധനങ്ങളും അവിടെ ഇട്ടിട്ടാട്ടോ പോണേ എൻ്റെ പൊന്നു. എല്ലാ പണിയിലെ സാധനങ്ങൾ ടീച്ചർ തന്നെ സെറ്റ് ചെയ്യും, നമ്മൾ തന്നെ തല്ലി പൊട്ടിക്കും. ടീച്ചറും കണക്കാ, സ്റ്റുഡൻറ്റും കണക്കാ. വല്ല കാര്യമുണ്ടോ ആ കൊച്ചുങ്ങൾക്ക് നല്ല മാർക്ക് മേടിച്ചു കൊടുക്കാതെ? ചുമ്മാ അടി നന്ന്. പിന്നെ കൊച്ചുങ്ങൾ ഇമാതിരി പണി വരൂലേ. ടീച്ചർ ഹാളിലല്ലേ ദേവി. ടീച്ചർ നടന്നു പോകുന്നുണ്ട് ഗൈസ്. നമുക്ക് പതിയെ ഒന്ന് കയറാം ഗൈസ്. നമ്മൾ സൂക്ഷിച്ചു വേണം, കാരണം ഇത് അപ്സ്റ്റെയറിലുള്ള TV ആട്ടോ ഗൈസ്. അപ്സ്റ്റെയറിലങ്ങ് മേളിലെ TV, അപ്പോൾ എപ്പോൾ വേണമെങ്കിലും വരും. അപ്പോൾ ഇവിടെയാണ് ഡൈനിങ് റൂമിലുള്ള ക്രോബാർ. ഇവിടെ ഇത് ഗൈസ് അപ്സ്റ്റെയറിലുള്ള കേട്ടോ ഗൈസ്. താഴെയാണെന്ന് തോന്നുന്നു TV റൂം ഇവിടെയാണ്. അപ്പോൾ ക്രോബാർ കിട്ടി, തല്ലി പൊട്ടിച്ചു. ഇനി ഒന്നും നോക്കണ്ട. ഓക്കെ, തല്ലി പൊട്ടിച്ചു. യെസ്. അപ്പോൾ വേഗം ഓടിക്കോ ഗൈസ്, ഓടിക്കോ. നല്ല ടീച്ചർ വരുന്നുണ്ട്. എന്നാ വന്ന് ഓടിക്കോ ഗൈസ്. അയ്യോ, ടീച്ചർ കരയുന്നു. ടീച്ചർ ഇങ്ങനെ കരയാണ്? ഒരു ഷോയല്ലേ പോയുള്ളൂ, വേറെ എത്ര ഷോകൾ ബാക്കി കിടക്കുന്നു. ആ സാധനമൊക്കെ ഇരുന്ന് കണ്ടുകൂടെ ചുമ്മാ. റൂം മിസ് ടീച്ചർ. അപ്പൊ ഗൈസ് പാർട്ടി ഡ്രസ് കൊളാക്കാരോട്ടോ പറഞ്ഞു. അതാരാ മിസ്സിന്റെ അമ്മ? ഓക്കെ ഗൈസ്, നമുക്ക് ടീച്ചർ ആലോചനയിലാണ് ഏത് ഡ്രസ്സാണ് വേണ്ടതെന്ന്. ഓക്കെ ഗൈസ്, നമ്മൾ ഡ്രസ്സും കണ്ടുപിടിക്കണം, ടൂളും കണ്ടുപിടിക്കണം. ടൂൾ എന്താണാവോ? വല്ല ഇതായിരിക്കും ഗൈസ്, പൊറിക്കണ വല്ല സാധനമായിരിക്കും ഷുവർ. അപ്പോൾ നമുക്ക് വീടിനകത്ത് കയറാം. ഇപ്പോൾ മിസ് കിച്ചണില്ല, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇത് കത്രികയല്ലേ? അത് കത്രിക പോലത്തെ വല്ല സാധനമാണല്ലോ. എല്ലാം അങ്ങനെ ടേബിളിലോട്ട് ഇടും, എന്നിട്ട് കൊച്ചുങ്ങൾ മുറിച്ചിട്ട് വല്ല കംപ്ലൈൻറ്റും കൊടുക്കും. എൻ്റെ വല്ല കാര്യമുണ്ടോ? ഓക്കെ, അപ്സ്റ്റെയർസ് ആണ് ഗൈസ്. ഇത് മുകളിലാണെന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് വെള്ളോട്ട് പോവാം.
വെള്ളോട്ട് അവിടെയാണെന്ന് തോന്നുന്നു ഗൈസ്. മിസ്റ്റീസ് റൂം. ഒക്കെ ഗൈസ് മുറിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നോ, പാവാടയുടെ ബാക്കിയുടെ കൂടുതൽ മുറിച്ചിട്ടുണ്ട് ഗൈസ്. ദൈവമേ, അവൾ ടീച്ചർ വരും. നമുക്ക് എങ്ങനെയും ഓടാം ഗൈസ്. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് ഓടി. അങ്ങനെ ടീച്ചറിൻ്റെ ഡ്രസ്സും പോയി, എല്ലാം പോയി ഗൈസ്. പാവം ടീച്ചർ. ഓക്കെ ഗൈസ്, ഓക്കെ പ്ലീസ്. എൻ്റെ പൊന്നു ഗൈസ്, ഈ ചെറുക്കന് എന്നാ പണി കൊടുക്കണേ? ഓ പിന്നല്ല, അപ്പം കുഴപ്പമൊന്നുമില്ല, വല്ല ഉറുമ അടിക്കണ വേലയായിരിക്കും എന്നാണ് തോന്നുന്നത്. പിന്നെ മിസ്സിൻ്റെ സോഫയിൽ വെക്കാന്നാണ് ഗൈസ് പറയണേ. പിന്നെ ഇവിടെ നിന്ന് കിട്ടുമാവോ? ഓക്കെ ഗൈസ്, നമുക്ക് പോവാം. ഫൈൻഡ് ദ പിൻ ഗൈസ്. നമുക്ക് പിന്നെ കണ്ടെത്താം. ഗേറ്റ് തുറക്കുന്നു, നമ്മൾ പിന്നെടുക്കുന്നു, സോഫയിൽ വെക്കുന്നു, നമ്മളത് പൊട്ടിച്ചിരിച്ച് കാണുന്നു. ഓക്കെ, പിന്നെ അവിടെ ഉണ്ട്. ഇതാണോടെ പിന്നെ? കുന്നത്തിന്റെ സൈസുള്ള പിന്നാണ് ഇവൻ വെക്കാൻ പോണേ. ആഹാ, ഓക്കെ ഗൈസ്, അത് തുണിയിൽ മറയ്ക്കാനായിട്ടാ ഗൈസ് പറയണം. നമുക്ക് മറയ്ക്കാം. ഓക്കെ, മറച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേഗം പോവാം. ഓക്കെ, എങ്ങനെ ഉണ്ടാവുമല്ലോ? ഇതിലും ഗ്ലിച്ചായിരിക്കും. ഇതിലും ഒരു ഗ്ലിച്ചൂല, സമാധാനം. ഓ നമ്മ അപ്പോൾ ഗൈസ്, ടീച്ചർ ചോദിച്ചത് എലിവൺ ഗെറ്റ് ഇൻസൈഡ്. അപ്പോൾ ചാപ്റ്റർ കംപ്ലീറ്റ് ആയല്ലോ. ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ഗൈസ്. അപ്പോൾ ബാക്കി 2 ചാപ്റ്റർ ഉണ്ട് നമുക്ക്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടമായല്ല ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇനി പാർട്ട് 2 വേണവരെ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മളെന്തായാലും ചെയ്യണമായിരിക്കും ഗൈസ്. അപ്പോൾ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.